ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളുടെ എല്ലാവരുടെയും ക്രിസ്മസ് എക്സാമിങ് അടുത്തെത്തിയല്ലേ. അപ്പോൾ ക്രിസ്മസ് എക്സാം അടുത്തെത്തുന്ന സമയത്തായിരിക്കും നമ്മൾ പല കാര്യങ്ങളും നമ്മൾ എത്രത്തോളം അപകടത്തിലാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. എല്ലാവരും അല്ല, കുറച്ച് പേരെങ്കിലും ഒന്നും ഇങ്ങനെ നല്ല രീതിയിലൊന്നും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ ക്രിസ്മസ് എക്സാം അല്ലേ പോട്ടെ എന്നിങ്ങനെ വിചാരിച്ച് കാണും. പക്ഷേ ടൈം ടേബിളൊക്കെ വന്നപ്പോഴായിരിക്കും എൻ്റെ കുട്ടികൾക്ക് എന്താണ്, അയ്യോ ഞാൻ അപകടത്തിലാണല്ലോ, അല്ല ഇനിയും പഠിച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല, എനിക്ക് എങ്ങനെയെങ്കിലും പഠിക്കണം, എനിക്ക് എങ്ങനെയെങ്കിലും ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്സ് വാങ്ങിക്കണം എന്ന് തോന്നിയത്. ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ചില മക്കൾ എന്താണ്, ഏകദേശം പഠിച്ച് അവിടെ എത്തിയിട്ടുണ്ടാകും. പക്ഷേ ടൈം ടേബിൾ ഇങ്ങ് അടുത്തെത്തി, ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, ഈ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ എങ്ങനെയാണ് പഠിച്ചു തീർക്കുക എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും അല്ലേ. നിങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മിസ്സ് നിങ്ങളുടെ ഇതേ അവസ്ഥ ഒരു ഗെയിം, നിങ്ങൾ ഈ ഗെയിം കളിച്ചിട്ടുണ്ടോയെന്ന് മിസ്സിന് അറിയില്ല. ഒരു ഇങ്ങനെ എന്താണ് നമ്മൾ ഈ എന്താ പറയുക, ക്യാൻഡി ക്രഷൊക്കെ പോലെ കുറേ ഗ്രിഡുകളുള്ളൊരു ഗെയിമാണ്. കുറേ ബ്ലോക്കുകളുണ്ടാവും. അപ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് നമ്മുടെ ഒരു അപ്പൂപ്പൻ ഉണ്ടാവും. അപ്പോൾ അപ്പൂപ്പൻ്റെ അടുത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. കുറച്ചുകൂടെ നമ്മളിവിടെ എന്തെങ്കിലും അപ്പൂപ്പനൊരു വഴി ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പൂപ്പൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചു പോകും. അല്ലെങ്കിൽ എന്താണ്, ഇവിടെ അപ്പൂപ്പനൊരു പാമ്പ് കടിക്കാൻ വരുന്നുണ്ടാകും. അപ്പൂപ്പൻ ഇങ്ങനെ അയ്യോ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ എന്തെങ്കിലും ബ്ലോക്കൊക്കെ മാറ്റി കൊടുത്ത് അപ്പൂപ്പനൊരു വഴി ഒരുക്കിയാൽ അപ്പൂപ്പൻ രക്ഷപ്പെടും. അങ്ങനത്തെ ഗെയിം എൻ്റെ മക്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ആ അപ്പൂപ്പൻ്റെ അവസ്ഥ കാണുമ്പോൾ എന്താണ് തോന്നിയത്? എങ്ങനെയെങ്കിലും നമ്മുടെ അപ്പൂപ്പനെ രക്ഷപ്പെടുത്തണം അല്ലേ. അപ്പോൾ അതേപോലെ എൻ്റെ മക്കൾ ഇപ്പോൾ ആ ഒരു അവസ്ഥയിലാണെങ്കിൽ, അപ്പൂപ്പൻ്റെ അവസ്ഥയല്ല, പക്ഷെ എങ്ങനെയെങ്കിലും ഒന്ന് പഠിക്കണം, ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്സ് വാങ്ങിക്കണം അല്ലേ, ടെൻഷൻ ഇല്ലാതെ എക്സാം എഴുതണം എന്ന് എൻ്റെ കുട്ടികളെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആ ഒരു രക്ഷപ്പെടുത്താൻ, നമ്മൾ അപ്പൂപ്പനെ രക്ഷപ്പെടുത്തിയതുപോലെ എൻ്റെ മക്കളെ ഓരോരുത്തരെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിനർ വരുന്നുണ്ട്. ഓക്കെ, ഈ വരുന്ന സൺഡേ ഒരു 7 days ചാലഞ്ചുമായിട്ട്. അതായത് ഇപ്പോൾ ക്രിസ്മസ് എക്സാം നിങ്ങൾക്കറിയാം, നമ്മുടെ 11-ാം തീയതിയോടുകൂടി ക്രിസ്മസ് എക്സാം അങ്ങ് സ്റ്റാർട്ട് ആവാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ആകുമ്പോൾ ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസമുള്ളൂ അല്ലേ. അപ്പോൾ ആ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാം? ഓക്കെ, ഇനി പഠിച്ചു കഴിഞ്ഞാൽ തീർക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിച്ച ചില സബ്ജക്ട്സ് ഉണ്ടാകും, ചില ചാപ്റ്റേഴ്സ് ഉണ്ടാകും, ചിലപ്പോൾ ഒന്നും ഇതുവരെ തൊട്ട് നോക്കിയിട്ടേ ഇല്ല, അതിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കിയിട്ടില്ല, ഇനി ക്രിസ്മസ് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനത്തെയാണെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ എൻ്റെ മക്കൾ പേടിച്ചിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടികൾ ആരും പേടിക്കേണ്ട, നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ, ഓക്കെ, ഈ ഒരു സ്റ്റഡി പ്ലാൻ എൻ്റെ മക്കൾ കാണുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട, മിസ് ഇതിനു മുമ്പ് ഞങ്ങൾ കുറേ സ്റ്റഡി പ്ലാൻ കണ്ടിട്ടുണ്ട് അല്ലേ, ആ സ്റ്റഡി പ്ലാനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷേ എന്നിട്ട് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല, പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിൽ വന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? മക്കളെ, തീർച്ചയായിട്ടും കാര്യം ഉണ്ടാകും. കാരണം ഇത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ഫൈനൽ സ്റ്റഡി പ്ലാനാണ്. ഇവിടെ എൻ്റെ കുട്ടികൾ നല്ലപോലെ ആ സ്റ്റഡി പ്ലാനിൽ വന്ന് പങ്കെടുത്ത് ഇനി വരുന്നുള്ള നമ്മുടെ ക്ലാസ്സുകൾ കറക്റ്റായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പോൾ ഒരു പേടിയുണ്ട്, നിങ്ങൾക്കിപ്പോൾ ഒരു ടെൻഷനുണ്ട്, എങ്ങനെയാണ് എക്സാം എഴുതേണ്ടതെന്ന് അറിയില്ല, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണെന്ന് അറിയില്ല, അങ്ങനെ എൻ്റെ മക്കൾ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാനാണ്. ഓക്കെ, ഈ വരുന്ന ഞായറാഴ്ച അതെ കറക്റ്റ് ഈ ഒരു സമയത്ത് നടക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും, ഓക്കെ, നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാവണം. അതുമാത്രമല്ല, ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന നിങ്ങളുടെ കുറേ ഫ്രണ്ട്സും ഉണ്ടാവില്ലേ, അവർക്കൊക്കെ ഓക്കെ ഇപ്പം തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെയും ലൈവിൻ്റെയും ഒക്കെ ലിങ്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാം. ഓക്കെ, അങ്ങനെ കറക്റ്റ് ടൈമിൽ എൻ്റെ മക്കൾ ഈ ഒരു സ്റ്റഡി പ്ലാനിൻ്റെ ലൈവ് ഈവൻറ്റിൽ വന്നിരിക്കുക. അതെന്താണെന്ന് മനസ്സിലാക്കുക. അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ മക്കളെ, ക്രിസ്മസ് എക്സാമിനെ കുറിച്ച് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ അടിച്ച് പൊളിച്ച് ഫുൾ കോൺഫിഡൻസോട് കൂടി തന്നെ ക്രിസ്മസ് എക്സാം എഴുതും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ പ്ലാനാണ്. അപ്പോൾ അതെന്താണെന്ന് എൻ്റെ മക്കൾക്ക് അറിയണ്ടേ? ഓക്കെ, അപ്പം കറക്റ്റ് സൺഡേ ഈ ഒരു സമയത്ത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ടുണ്ടാവണം, ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ക്രിസ്മസ് എക്സാമിന് അടിപൊളിയായിട്ട് പഠിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ നമുക്ക് സൺഡേ കാണാം ഈ ഒരു ടൈമിൽ. ഓക്കെ, ഇതെൻ്റെ മക്കൾ കറക്റ്റായിട്ട് തന്നെ വരിക, കറക്റ്റായിട്ട് തന്നെ ക്ലാസ്സുകൾ കാണാം, നമ്മൾ ക്രിസ്മസ് എക്സാം തകർക്കും. ഓക്കെ.